Hi Sundaris, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ഇടുകയുണ്ടായി. ആൻഡ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലാതി ചൂർണം എന്ന് പറഞ്ഞൊരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടുകയുണ്ടായത്. ആൻഡ് അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് എനിക്ക് ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. ഒരുപാട് കമൻറ്റ്സ് വന്നപ്പോൾ എനിക്ക് അതിന് മറുപടി തരാനൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആയിട്ട് വെക്കുകയുണ്ടായി. ആൻഡ് കുറേ പേര് അത് ചോദിച്ചു, കുറേ പേർക്ക് അതിനെക്കുറിച്ച് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനും കൂടാതെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിൽ ചേർക്കുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഒരു സംഗതിയുടെ പേരെന്ന് പറയുന്നത് ഏലാതി ചൂർണം എന്ന് പറയും. സോ ഏലാതി ചൂർണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ കഴിക്കുന്നതുകൊണ്ട്, ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുമുണ്ട്. സോ രണ്ടും രണ്ട് തരത്തിലാണ്. കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമ, പിന്നെ ഡൈജസ്റ്റീവിൻ്റെ പ്രോബ്ലംസ് അതിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. ഈ ഏലാതി ചൂർണം ഫേസ് പാക്കിൽ 29 തരം ഹെർബ്സ് ഉണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പല ബ്രാൻഡുകളും ഇത് ഇറക്കുന്നുണ്ട്. നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ആൻഡ് ഞാനിപ്പോൾ ഈ അടുത്ത് കാമ ആയുർവേദ, നിങ്ങൾക്ക് അറിയാമല്ലോ, കാമ ആയുർവേദ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. അവരുടെ പ്രോഡക്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 1000 സംതിങ് ഒരു ചെറിയ ഡബ്ബ ഏലാതി ചൂർണം അതിൻ്റെ ഫേസ് പാക്ക് ഇറക്കുന്നുണ്ട്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇടാം അതിൻ്റെ. ആൻഡ് അങ്ങനെ പല ബ്രാൻഡ്സും ഇറക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടായത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വിൽ ഹൈലി റെക്കമെൻഡ്, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് ഭയങ്കര നല്ലതാണ് സ്കിന്നിന്. ഞാൻ പറഞ്ഞില്ല, 29 ഹെർബ്സ് ചേർന്നിട്ടുള്ളതാണ്. ഞാൻ കല്യാണ സമയത്ത് റെഗുലറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 5-6 മാസം ഉപയോഗിച്ചിട്ട് എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, 29 ഹെർബ്സ് ഉള്ള കാരണം എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല. അതായത് 1-2 കാര്യങ്ങൾ മാത്രമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പറ്റിയില്ലെങ്കിൽ ഓക്കെ, നമുക്കറിയാം അത് പറ്റില്ല എന്ന്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഏലാതി ചൂർണത്തിൽ 29 ഹെർബ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പറ്റില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണതാണ് നല്ലത്. ഒരുമാതിരിപ്പെട്ട ഡോക്ടേഴ്സൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് നമുക്ക് സ്കിൻ പ്രോബ്ലംസ് വരുമ്പോൾ. അപ്പോൾ ഇത് ഭയങ്കര, അതായത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും അങ്ങനെയൊന്നല്ല പറയുന്നത്. ഹെർബലാണ്, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് അലർജി ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇൻ കേസ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ പോലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കഴുത്തിൻ്റെ എവിടെയോ എൽബോസിൻ്റെ എവിടെയോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു 24 hours നോക്കിയിട്ട് ഒരു അലർജീസും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് ഫർദർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഇതാണ് ഞാനിത് പറയാൻ വന്നത്. കുട്ടികൾക്കൊന്നും ഉപയോഗിക്കരുത്, ഒരുവിധം മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. ഞാൻ ഇന്നിപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിക്കുകയുണ്ടായത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് കമൻസിലാണെങ്കിലും ശരി, മെയിലായിട്ടും ആണെങ്കിലും ശരി അവർ ഉപയോഗിക്കുകയുണ്ടായി. ആൻഡ് അവരവർ പലരുടെയും റെക്കമെൻഡേഷൻസ് വഴിയൊക്കെയാണ് ഉപയോഗിക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നല്ലതല്ലേ. അതുകൊണ്ട് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുടിയിൽ നിറയെ എണ്ണയൊക്കെ തേച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രൂപം. ഇന്നത്തെ ഫേസ് മാസ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോണത് ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഏലാതി ചൂർണം എന്ന് പറയും. ഇത് നമുക്ക് ആയുർവേദിക് ഷോപ്പിൽ ഈസി ആയിട്ട് കിട്ടും. പല കമ്പനികളും ഇത് ഇറക്കുന്നുണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാല ആ ബ്രാൻഡിൽ നിന്നാണ്. ഏലാതി ചൂർണം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരിക. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു പാക്കറ്റിന് 40 രൂപ. ആക്ച്വലി ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു 5 വർഷം മുമ്പാണ്. ആ സമയത്ത് ഞാനത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനത് ഉപയോഗിച്ചത് എൻ്റെ കല്യാണ സമയത്ത്. എന്നിട്ട് ഞാൻ റെഗുലറായിട്ട് ഐ തിങ്ക് ഒരു 5-6 months ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇത് മെയിൻലി ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിമ്പിൾസ് വന്നിട്ടുള്ളത്, അത് പോവാനും, അതേപോലെ തന്നെ നമുക്ക് ഈ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ മുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ഡാർക്ക്നെസ് കൂടുതലായിരിക്കും. നമ്മുടെ മുഖം ഒരു ഈവൻ കളറായി എന്ന് വരില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല. ചിലർക്ക് ഇങ്ങനെ പല സ്ഥലത്തും പല ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ അത് മാറാനും അതിനേക്കാളൊക്കെ ഉപരി പിമ്പിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ചെറിയ ചൊറിച്ചിലോ അങ്ങനെ എന്താണ് സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒഴിവാക്കാനായിട്ട്, അതൊന്നും വരാണ്ടിരിക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് വളരെ എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ മേടിക്കേണ്ടായത്. ഞാൻ ആ കല്യാണ സമയത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ തീരെ ഉപയോഗിക്കേണ്ടായില്ല. പിന്നെ ഞാനത് കംപ്ലീറ്റ്ലി വിട്ടുപോയി. അപ്പം ഞാൻ യൂഷ്വലി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൗളിൽ ഇത് നമ്മുടെ മുഖത്തിന് ആവശ്യം എത്രയാണോ അത്രയും ഞാൻ ഇതിലിടും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇതിൽ ഓൾറെഡി ഒരുപാട് സംഗതികളുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതിലെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റാണ്. ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഏലാദി ചൂർണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇത് ഇപ്പം എൻ്റെ മുഖത്തൊരു ഇത്രയും മതി. ഇതിൻ്റെ കൂടെ ഞാൻ തൈരാണ് ആഡ് ചെയ്യുക. കാരണം എനിക്ക് ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ തൈര് നല്ല മോയ്സ്ചറൈസിങ് ആയതുകൊണ്ട് ഞാൻ തൈരാണ് ആഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ ഒന്നില്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഈ പാടയൊക്കെ കളഞ്ഞിട്ടുള്ള പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കുക്കുംബറിൻ്റെ ജ്യൂസ് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അതിനനുസരിച്ച് ഉള്ളത് നമുക്ക് കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ തൈരാണ്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനനുസരിച്ചുള്ളത് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ മതിയാണ്. എല്ലാം നന്നായിട്ട് ചേർന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായി ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇത് നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്ക് ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് അധികം വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം വരെയൊക്കെ ഇരിക്കും. ഇത് നമ്മളിത് ഡെയിലി യൂസ് ചെയ്യാം. നമുക്ക് അതല്ല ആഴ്ചയിൽ 2 തവണയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കൂടുതൽ ഇനി ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. ഇത് എല്ലാ സാധനങ്ങളുടെയും ബെനിഫിറ്റ് ഇതിലുണ്ട്. സോ എനിക്ക് നല്ല ബെനിഫിഷ്യൽ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ വേണ്ടത് വെച്ചാൽ മുഖത്ത് നല്ലൊരു തിക്ക് ലെയറായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായി ഡ്രൈ ആവും. ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കളയാം. ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയോ സ്ക്രബ് ചെയ്യുക. ബാക്കി ദിവസങ്ങളിൽ വെറുതെ വാഷ് ചെയ്യും. ടൈപ്പ് ഇത് ഓൾമോസ്റ്റ് ഡ്രൈ ആയി, അതായത് ഭയങ്കര ഡ്രൈ ആവേണ്ട, ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ എത്താണ്ട് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യേണ്ടി. നനച്ചു കൊടുക്കുക. ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ആദ്യം കവളിൻ്റെ പിന്നെ ബാക്കി ഭാഗങ്ങളിലും ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ മാസ്ക് വാഷ് ചെയ്തു. ഇനിയൊരു മോയ്സ്ചറൈസർ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യണം. കാരണം എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു മാസ്ക് ഇട്ടിട്ട് നന്നായി സ്ക്രബ് ചെയ്തൊക്കെ കളയുമ്പോൾ മുഖം കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ തൈരിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത്ര ഡ്രൈ ആവില്ല. എന്നാലും നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം. സ്കിന്നിന് സൂട്ട് ആവുന്ന തരത്തിലുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീം തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഗ്ലാമിഗോ ബോക്സിനൊപ്പം ഫ്രീ കിട്ടിയ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. കുറച്ച് മാത്രമേ. ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ. കുട്ടി അമ്മച്ചൊരു ഉമ്മ തരോ? ഒരു ഉമ്മ ഇല്ല, തരില്ല. അമ്മ ഒരു ഉമ്മ തരട്ടെ? വേണ്ട.
അമ്മ ഒരു വരട്ടെ. നോക്ക്, അമ്മ ഒരു വരട്ടെ. അമ്മച്ചിരും വരുമോ? തരില്ല. അമ്മ എന്താ എന്താന്ന് ഫ്ലൈങ് കിസ്.